Hey guys, welcome back to our channel. So welcome back to another trailer reaction. സുഹൃത്തുക്കളെ സ്പൈഡർമാൻ്റെ ട്രെയിലർ ഇറങ്ങി സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. 2 ദിവസമായി ഇറങ്ങിയിട്ട് അറിഞ്ഞില്ലായിരുന്നു സുഹൃത്തുക്കളെ. ഇപ്പം ഇങ്ങനെ തോണ്ടി ഇരുന്നപ്പോഴാണ് ഈ സാധനം വന്നതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാം, ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി സുഹൃത്തുക്കളെ. സ്പൈഡർമാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 3 സിനിമാസ് കഴിഞ്ഞല്ലോ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും ഇറക്കില്ല, പിന്നെ ഇനിയും സ്റ്റോറി മുന്നോട്ട് പോകില്ല. ഓഫ് കോഴ്സ് എല്ലാവരും 3 പടം വെച്ചൊക്കെയാണല്ലോ പോകുന്നത്. പിന്നെ തോറിൻ്റെ മാത്രമേ ഉള്ളൂ ഒരു ഫോർത്തൊക്കെ വന്നത്. സോ 3 സ്പൈഡർമാനെ ഉള്ളതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ആ ഒരു ക്രൗഡിന് നടുക്ക് സ്പൈഡർമാൻ്റെ സ്യൂട്ട് ടോം ഹോളണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ കുറേ സ്വിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ വന്നത്. സോ അങ്ങനെയാണ് അറിഞ്ഞത് ഇതുപോലെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന ഒരു പുതിയ മൂവി വരുന്നുണ്ടെന്ന്. സോ ഐ തിങ്ക് ഈ വർഷം ജൂണിലോ ജൂലൈയിലോ കണ്ടാണ് പടം ഇറങ്ങുന്നത്. സോ യെസ്, നമുക്ക് ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ ട്രെയിലറിലേക്ക് കിടക്കാൻ സുഖത്ത്. ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സ്പൈഡർമാൻ എവിടെയോ ഇരിക്കുന്നു. തലയിഴുമേ. സ്യൂട്ടിന് നല്ല മാറ്റം ഉണ്ടല്ലേ. മറ്റേ സ്യൂട്ടൊക്കെ പോയി ഇപ്പോൾ സ്പൈഡർമാൻ ആരാന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ഈ സ്യൂട്ട് കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ അമേസിങ് സ്പൈഡർമാൻ്റെ ആ ഒരു റെഫറൻസ് കിട്ടുന്നുണ്ട് ഗൈസ്. ഓ, ആ ഷോട്ട് കൊള്ളാവേ. ഇതുവരെ ഒരു സ്പൈഡർമാനകത്ത് ഈ ടൈപ്പ് ഷോട്ട് കണ്ടിട്ടില്ല. അതായത് മാസ്കിനകത്തുനിന്ന് സ്പൈഡർമാൻ എങ്ങനെയാണ് പുറത്തോട്ടുള്ള ഒരു കാഴ്ച കാണുന്നത് എന്നുള്ളത്. ഓക്കെ, നൈസ്. Hi, my name is Peter Parker. You don't remember me, but we used to know each other. Something bad was going to happen, and the only way to stop it. ഓക്കെ, പീറ്റർ പാക്കർ ആണ് സ്പൈഡർമാൻ എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ബട്ട് സ്പൈഡർമാൻ ഉണ്ടെന്ന് അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ബട്ട് ആരാണ് സ്പൈഡർമാൻ എന്നുള്ളത് അവർക്ക് ആർക്കും അറിയത്തില്ല. മറ്റേ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സ്പെല്ല് കാരണം എല്ലാവരും മറന്നൊക്കെ പോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഐ തിങ്ക് ലാസ്റ്റ് സ്പൈഡർമാൻ്റെ അതിന് ശേഷം ഒരു 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം എന്തോ ആണ് ഇത് നടക്കുന്നത്, ഈ സ്റ്റോറി നടക്കുന്നത്. മേ ബി ചിലപ്പം ഇതിൻ്റെ ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഡൂംസ് ഡേ ആയിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള സാധനങ്ങളൊക്കെ കാണുമായിരിക്കും. ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ട്രെയിലർ ഒരു രക്ഷയില്ലാത്ത പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലർ വ്യൂസ്, ഞാൻ ഡൂംസ് ഡേയുടെ ട്രെയിലർ വരാൻ കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് അതായിരിക്കും ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ പോകുന്നതെന്നാണ്. പക്ഷേ ഇതിൻ്റെ വ്യൂസ് ഒരു രക്ഷയില്ലാതെ എല്ലാത്തിനെയും കടത്ത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂപ്പർ ഹീറോ ആണ്, അല്ലെങ്കിൽ കൊച്ചിലോട്ട് നമ്മളെല്ലാവരും കണ്ട് കേട്ട് വളരുന്ന ഒരു സൂപ്പർ ഹീറോ ആണല്ലോ സ്പൈഡർമാൻ. സോ അതുകൊണ്ട് എല്ലാവർക്കും പ്രായഭേദം ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണല്ലോ സ്പൈഡർമാൻ. അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇവർ ഓരോ ഫാൻസിനും ഓരോരുത്തടത്തു നിന്നും ചെറിയ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്ത് അതായത് 1 hour ഗ്യാപ്പ് വിട്ട് അപ്ലോഡ് ചെയ്താണ് ഇതിൻ്റെ ട്രെയിലർ റീസ് നടത്തിയത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചുള്ളൊരു ഫുൾ ട്രെയിലർ വരുമായിരുന്നാണ് ഞാൻ അറിഞ്ഞത്. Was to make everyone forget about me. Because I'm not just Peter Parker. I'm Spider-Man. എടാ, സ്വിങ്ങും ജമ്പും ഒക്കെ തന്നെ ഭയങ്കര ഡിഫറൻസിയേഷൻ ഉണ്ട് പഴയ സ്പൈഡർമാനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഇത് കറക്റ്റ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ അമേസിങ് സ്പൈഡർമാൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ജമ്പിങ് സ്വിങ് അതൊക്കെയാണ് എനിക്ക് ആയിട്ട് തോന്നുന്നത്. ഓ, Sometimes Spider-Man has to do the hard thing, even if it breaks Peter Parker's heart. What is happening to me? എടേ, വെബ് ഷൂട്ടർ ഇല്ലാതെ വെബ് കിട്ടി, ഓർഗാനിക് വെബ്. സീരിയസ്ലി? Excuse me, Dr. Banner. I need your help. ബ്രൂസ് ബാനർ. If DNA is mutated, it could be enormously dangerous. Spiders have 3 life cycles. അപ്പൊ ഇനി സ്പൈഡർമാൻ ഇനി ഓർഗാനിക് വെബ് ഉണ്ട്. ദാറ്റ്സ് നൈസ്. When between the cycles, it
can leave the spider vulnerable to threats. We are faced with a danger that we can't control. One we can't even see. Stay out of my way. സ്കോർപ്പിയൻ. You're losing a kid. And for those spiders who make it through, it amounts to a kind of ഇത് നിഞ്ചാസ്. rebirth. എടേ ഇതിനകത്ത് മൊത്തം എനിമീസ് ആണല്ലോ ഇതിനകത്ത്. Nice flowers. Oh, they're a housewarming gift. I'm MJ. I'm just a neighbor from across the hall. Friendly neighbor. ജൂലൈ 31. സോ ജൂലൈ ലാസ്റ്റിലാണ് സുഹൃത്തുക്കളെ പടം ഇറങ്ങുന്നത്. കുറേ അധികം വില്ലന്മാരെയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നത്. നിഞ്ച, പിന്നെ സ്കോർപ്പിയൻ, പിന്നെ വേറെ 2-3 ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല എന്തോ ഒരു സം കൈൻഡ് ഓഫ് ഒരു മാജിക് പോലെ സാധനങ്ങൾ ഈ മറ്റേ ഈ മറ്റേ കൂട് വിട്ട് കൂട് പോയ എന്നൊക്കെ പറയുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്തോ ഒരു സാധനം ജമ്പ് ചെയ്ത് പോകുന്നു. പിന്നെ അത് മാത്രമല്ല ഒരു ഷോട്ടിൽ പീറ്റർ പാക്കറിൻ്റെ ഐസ് എല്ലാം കംപ്ലീറ്റ് ബ്ലാക്ക് ആവുന്നുണ്ട്. ദെൻ ഓർഗാനിക് വെബ് കിട്ടുന്നുണ്ട്. സോ ഇനിയും മറ്റേ വെബ് ഷൂട്ടറും കാര്യങ്ങളൊന്നും വേണ്ട, ഓർഗാനിക് വെബ് വരുന്നുണ്ട്. വാവ്. അപ്പോൾ ഇത് എങ്ങോട്ടായിരിക്കും ഇതിൻ്റെ പോക്ക്? ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇത് എനിക്ക് ആ ഐസ് ബ്ലാക്ക് ആവുന്ന കണ്ടപ്പോഴേ പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം, ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം, കാർട്ടൂണിനകത്തൊക്കെ ഈ സ്പൈഡർമാൻ മറ്റേ കറക്റ്റ് ഒരു സ്പൈഡർ ഫോമിലോട്ട് മാറുന്നതിൻ്റെ ഒരു മ്യൂട്ടേഷൻ നടക്കുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? ഐ മീൻ കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റേ കൈയൊക്കെ എക്സ്ട്രാ ഒരു 4 കൈയൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവം കണ്ടിട്ട് അതുപോലെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. ബട്ട് എനിവേ എന്തായാലും ഇറ്റ്സ് നൈസ്. ആ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ കണ്ട കുറേ ഫുട്ടേജ് ഉണ്ടല്ലോ മറ്റേ സ്വിങ് ചെയ്ത് പോകുന്നതിൻ്റെയൊക്കെ. അപ്പം അതൊക്കെ ഇതിനകത്ത് നമ്മളിപ്പം റിയലായിട്ട് കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ ഇപ്പോൾ എന്തായാലും ജൂലൈ 31 സുഹൃത്തുക്കളെ പടം ഇറങ്ങുന്നത്. അമേസിങ് സ്പൈഡർമാൻ്റെ കുറേ റെഫറൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സ്പൈഡർമാനായിട്ട് നമുക്ക് ഇനിയും കാണാം. സ്വിങ് ചെയ്യുന്നതാണെങ്കിലും ഫൈറ്റ് ചെയ്യുന്നതാണെങ്കിലും ജമ്പ് ചെയ്യുന്നതാണെങ്കിലും ഈവൻ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫസ്റ്റ് ഒരു ഷോട്ടിനകത്ത് നിങ്ങൾ കണ്ടു കാണും. ഫസ്റ്റ് ഒരു ഷോട്ടിനകത്ത് ഈ സ്പൈഡർമാൻ മേളിൽ ജമ്പ് ചെയ്യുമ്പോൾ ഈ സ്യൂട്ടിനകത്ത് എയർ നിൽക്കുന്നതിൻ്റെ ഒരു സ്യൂട്ട് ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ആവുന്നതിൻ്റെ നോർമലി ഉണ്ടായിരുന്ന സ്യൂട്ടൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ മറ്റേ അയൺമാൻ കൊടുത്ത സ്യൂട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും സ്യൂട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്യൂട്ട് മാത്രം. ബട്ട് ഇതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരനായിട്ട് ഉണ്ടാക്കിയ ഒരു സ്യൂട്ടാണല്ലോ ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതല്ല. അപ്പം ആ ഒരു മെറ്റീരിയലിൻ്റെയൊക്കെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും കറക്റ്റ് ആ ഒരു ജമ്പിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ യെസ്, ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് ആണ് സുഹൃത്തുക്കളെ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ലാസ്റ്റ് ക്രെഡിറ്റ് സീനകത്ത് ഡൂംസ്ഡേയുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട്. യെസ് ഗൈസ്, അപ്പോൾ അതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.